നമുക്കിന്ന് ഈ പുളിവെണ്ട പറിച്ചിട്ട് അതിനെ കൊണ്ട് വെള്ളം ഉണ്ടാക്കാം. ഇത് പുളിവെണ്ടൻ്റെ മുള്ള് കുത്തും. മൂത്തോക്കി പറിച്ചടാ. ഇനി എവിടെ മനീഷോ? ഒരു 3-4 എടുത്തിട്ട് തിളപ്പിച്ച് നോക്കാം. നമുക്ക് അധികം നിൽക്കണ്ട. കുറേ ഉണ്ട് മരത്തിൽ. ഇതാ അതാണ് നല്ല കളറുള്ള നോക്കിയെടുക്കാം. പൂവൊക്കെ പോയി ഇതൊക്കെ വടണ്ട് മൂക്കാത്തത്. ഇത് മീൻകറിയിൽ ഇടാൻ പറ്റുമോ ഈ പൂവ്? ഈ പൂവിൻ്റെ ഇതളാണ് നമ്മൾ എടുക്കുക. ഉള്ളിലുള്ള വേണ്ട അതാ ഈ ഇതളാണ് തിളപ്പിക്കാൻ എടുക്കുന്നത് കേട്ടോ. പിന്നെ പുളിവെണ്ടൻ്റെ കൂടെ നമുക്ക് ഇതും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു കളറും കൂടി നോക്കാം. അതിനു വേണ്ടി ഞങ്ങൾ ഇതും കൂടി പറിക്കട്ടെ. നിഷു പറിക്കേ. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ പുളിവെണ്ട ഇട്ടിട്ടുണ്ട്. തിളപ്പിക്കാം. വെള്ളത്തിലേക്ക് ശംഖുപുഷ്പം ഇട്ട് ഏകദേശം വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. കുറച്ചൊക്കെ തിളപ്പിച്ചു. ഇവിടെ നല്ല പോലെ കളർ മാറിയിട്ടുണ്ട്. ബ്ലൂ ടീ ആണ് ഒഴിക്കുന്നത്. ശംഖുപുഷ്പത്തിന് വെള്ളം കുറച്ച് ഞാൻ എടുത്ത് കുറവായതുകൊണ്ട് ഇതിലേക്ക് ഒഴിക്കുന്നത്. നമുക്ക് നാരങ്ങാനീര് ഒഴിക്കാനുള്ള ഇതാണ് ബ്ലൂ ടീ. നമ്മളെ പുളിവെണ്ടൻ്റെ വെള്ളമാണ്. നമുക്കത് ബ്ലൂ ടീ മിക്സ് ചെയ്യാനുള്ളതാണ്. നന്നായിട്ട് വെച്ചാൽ മിക്സ് ചെയ്യും. നാരങ്ങാനീര് ഒഴിക്കുമ്പോൾ ഈ കളർ മാറുന്നതാണ് കേട്ടോ. കണ്ടോ വയലറ്റ് കളറായി വരുന്നത് ബ്ലൂ ടീയിലേക്ക് അഥവാ ശംഖുപുഷ്പത്തിന്റെ വെള്ളത്തിലേക്ക് നമ്മൾ നാരങ്ങാനീര് വെച്ചു. അപ്പൊ നല്ല വയലറ്റ് കളറായി. ഇനി ഇതിലേക്ക് ഒഴിച്ച് നോക്കാം. ഇതിന് കളർ ചേഞ്ച് ഉണ്ടാവും അറിയില്ല. അതായത് ചാൻസ് കുറവാണ് കളർ ചേഞ്ച് ഉണ്ടാവാൻ. പുളിവെണ്ടയിലേക്ക് കുറച്ച് വെച്ച് നോക്കാം. ചെറിയൊരു കളർ ചേഞ്ച്. റോസ് കളർ ആവുന്നുണ്ട്. കുറച്ചും കൂടി നമുക്ക് ഇനി മിക്സ് ഇതൊന്ന് കളക്കണ്ടേ സ്പൂൺ എടുത്തില്ലേ. പുളിവെണ്ടയുടെ കളറും പിങ്ക് കളറായിരിക്കുന്നു. ബ്ലൂ ടീയിലേക്ക് ഇത് വന്നിട്ട് നല്ല വയലറ്റ് കളറായിട്ടുണ്ട്. നമുക്ക് ഇതിന് കളർ ചേഞ്ച് ചെയ്യോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കൂടെ വയ്ക്കണല്ലോ. അറിയോ? അപ്പോൾ നമ്മൾ മിക്സ് ആക്കാൻ പോവാണ്. ഈ കളറിലേക്ക് ഇത് മിക്സ് ചെയ്യുമ്പോൾ എന്ത് കളറാണ് വരാൻ? ഈ കളറ് മതി.